KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെയും പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് AICC നേതൃത്വത്തിന് കത്തയച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവർ PR വർക്കിലൂടെ നേതാക്കളായവരാണ്. സംഘടനയെ വളർത്താൻ അവർക്ക് താൽപ്പര്യമില്ല. കോൺഗ്രസിൽ അടിമുടി അഴിച്ചുപണി അനിവാര്യമെന്നും ജാതി സമവാക്യങ്ങൾ മാറണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ 24-നോട് പറഞ്ഞു. KPCC അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ കോൺഗ്രസിൽ സജീവമായി നിൽക്കുന്നത്. അതിനിടെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP അദ്ദേഹത്തിന് ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ AICC നേതൃത്വത്തിന് കത്തയച്ചിരിക്കുന്നത്. സർ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണ്ടി വരുന്നതിന് വേണ്ടി പല കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും അവകാശവാദം ഉന്നയിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലാണ് സാറും ഇത്രയും നാളത്തെ ആ ഒരു എക്സ്പീരിയൻസ് അത് അടിസ്ഥാനമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്തയച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? സ്വാഭാവികമായി കേരളത്തിലെ 14 ജില്ലകളിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുനഃസംഘടനയെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പല കാരണങ്ങളാൽ പല പ്രാവശ്യം അത് മാറ്റിവെച്ചത്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ശക്തി പ്രാപിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ആ ഒരു പശ്ചാത്തലത്തിലാണ് കേവലം ഒരു KPCC പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല, കോൺഗ്രസ്സിൽ ഒരു അടിമുടി അഴിച്ചുപണി അനിവാര്യമാണെന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം, ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ജാതി സമവാക്യങ്ങളുടെ പേരിലാണ് KPCC പ്രസിഡന്റ് സ്ഥാനം നിർണ്ണയിക്കുന്നത്. കാര്യം പാർലമെൻ്ററി പാർട്ടിയും KPCCയും രണ്ട് വ്യത്യസ്തമായ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുക എന്നുള്ള ഒരു പാരാണ്. അത് മാറണം. കാരണം അങ്ങനെ ജാതി സമവാക്യങ്ങൾ വരുന്നത് കൊണ്ട് യോഗ്യതയുള്ള ഒരുപാട് പേർ തഴയപ്പെടുകയാണ്. അതൊരിക്കലും അനുവദിക്കാൻ ആവില്ല. 978 തൊട്ട് കേരളത്തിൽ ഉടനീളം സഞ്ചരിക്കുകയും കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും മിനിമം 5 പ്രാവശ്യം വെച്ച് പോവുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. യൂത്ത് കോൺഗ്രസ്സിലിരിക്കുമ്പോഴും, സേവാൾ ചെയർമാനായിരിക്കുമ്പോഴും, ഓൾ ഇന്ത്യ സെക്രട്ടറി ആയിരിക്കുമ്പോഴും, KPCC ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും, കോൺഗ്രസിൻ്റെ വക്താവ് എന്ന നിലയ്ക്ക് കേരളത്തിലെ ഒരു കൊച്ചു കുട്ടിക്ക് പോലും എന്നെ അറിയാം. അതുകൊണ്ട് ഇത്തവണ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ പരിഗണിക്കുമ്പോൾ യോഗ്യത മാനദണ്ഡമാക്കി എനിക്കൊരവസരം തരണമെന്ന് ഞാൻ മല്ലികാർജുന ഖാർഗെയോടും അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയോടും ശ്രീ KC വേണുഗോപാലിനോടും ഇമെയിൽ സന്ദേശം വഴി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ മുഖ്യമന്ത്രി ചർച്ചയിലൊക്കെ കണ്ടതാണ്, ഒട്ടനവധി പേര് വന്നപ്പോൾ അതിലൊരു സമവാക്യത്തിലെത്താൻ കഴിയാതെ വലിയ രീതിയിലുള്ള ഫ്ലക്സ് യുദ്ധങ്ങൾ, അണികൾ പോലും തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് സമരങ്ങളൊക്കെ നടത്തുന്നത് കണ്ടതാണ്. ആ ഒരു സാഹചര്യം ഈ KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇന്ന് വന്ന് പേര് വന്നിരിക്കുന്നത് നോക്കണം. അവരെല്ലാം PR വർക്കാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ലക്ഷക്കണക്കിന് രൂപ വേണം. എൻ്റെ ഈ പൈസ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് PR വർക്കൊന്നുമില്ല. അതുകൊണ്ട് PR വർക്കിലൂടെ ഒരു പേരുയർന്നു വരുമ്പോൾ അവരെ അമർച്ച ചെയ്യാനും അവരെ അടിച്ചമർത്താനും PR വർക്കിലൂടെ ശ്രമിക്കുകയാണ്. PR വർക്കിലൂടെ വന്ന ആളല്ല താൻ. ജനഹൃദയങ്ങളിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ താഴെത്തട്ട് മുതൽ പ്രവർത്തിച്ചു വന്ന ഒരു നേതാവാണ് താൻ. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് KPCC പ്രസിഡന്റ് ആവാനുള്ള യോഗ്യതയുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നതുമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. എന്തായാലും അതേ ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് AICC നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. സന്തോഷ് ചേകർക്കൊപ്പം ജിബിൻ JB, 24 തിരുവനന്തപുരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB ചേരുന്നു. ജിബിൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ അക്കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. തന്നെയും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന്. ബെന്നി ബെഹന്നാൻ മുതൽ നിരവധി നേതാക്കളാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കും എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ. കൊടിക്കുന്നിൽ സുരേഷുണ്ട് അതിൽ. അങ്ങനെ ഇപ്പോഴിതാ രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടി അതിലേക്ക് ചേർന്നിരിക്കുകയാണ്. KPCC അധ്യക്ഷനാകാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് AICC നേതൃത്വത്തിന് അദ്ദേഹം കത്തയച്ചിരിക്കുന്നു. ഇതിൽ മറ്റു നേതാക്കൾക്ക് വേണ്ടിയും നിരവധി പേർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതിനിടെ അല്പസമയം മുമ്പ് നിലവിലെ KPCC പ്രസിഡന്റും വൈദ്യുതി മന്ത്രിയുമായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് താൻ സ്ഥാനമൊഴിയാനുള്ള KPCC അധ്യക്ഷ സ്ഥാനമൊഴിയാനുള്ള സന്നദ്ധത അത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നതാണ് എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. പുതിയ KPCC പ്രസിഡന്റിനെ പക്ഷേ പുതിയ മന്ത്രിസഭ വന്നിട്ടും ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല എന്നതാണ്. അത് ഈ വിധത്തിലുള്ള, അതായത് പല നേതാക്കൾക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം തുടരുന്നു. പല നേതാക്കളും ഈ പദവി ആവശ്യപ്പെട്ടു വരുന്നു. അതേസമയം തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ജാതി സമവാക്യങ്ങളൊക്കെ കോൺഗ്രസ് നേതൃത്വം കണക്കിലെടുക്കുന്നുണ്ട്. അങ്ങനെ കണക്കിലെടുത്ത് വരുമ്പോഴേക്കും അത് ഏതാണ്ട് ഈ മന്ത്രിസഭയുടെ അതിൻ്റെ മധുവിധ കാലം അവസാനിക്കുകയാണ്. KPCC ആസ്ഥാനത്ത് ഒരു നാഥനില്ലാത്ത അവസ്ഥയുണ്ട്. അത്തരം പ്രതിസന്ധികളെ എങ്ങനെ കോൺഗ്രസ് അതിജീവിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത് ജിബിൻ?
വ്യക്തമായത് തന്നെയാണ്. കാരണം കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ച നമ്മൾ കണ്ടതാണ്. അന്ന് അണികൾ തെരുവിലേക്ക് ഇറങ്ങി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ സങ്കീർണമാവുകയാണ് KPCC അധ്യക്ഷ സ്ഥാനവും ഉള്ളതാണ് ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഒട്ടനവധി പേരുകൾ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ പേരുകൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സജീവമായി തന്നെ ചർച്ചയിലുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ്, ആന്റണി, ബെന്നി ബെഹനാൻ, അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ, ഏറ്റവും ഒടുവിലായിട്ടാണ് ജോസഫ് ആഴിക്കൻ്റെയൊക്കെ പേര് വന്നത്. അതായത് അദ്ദേഹത്തിന് അന്ന് സീറ്റ് നിഷേധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഐ ഗ്രൂപ്പിന്റെ ഒരു പ്രതിനിധിയെ ജോസഫ് ആഴിക്കനെ കൂടി ഇതിൽ പരിഗണിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇപ്പോൾ AICC നേതൃത്വത്തിന് കത്തയച്ചിരിക്കുന്നത്. മല്ലികാർജുൻ ഖാർഗെ, അതുപോലെ രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, ഇവർക്ക് 3 പേർക്കുമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കത്തയച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന പ്രധാന കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി KPCC നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏത് നേതൃപദവിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നാലും അവിടെ ജാതി സമവാക്യങ്ങൾ പരിഗണിക്കുന്നു. അങ്ങനെ ജാതി സമവാക്യത്തിലൂടെ അധികാര സ്ഥാനത്തേക്ക് എത്തുന്നവർ അവർ നേരായ രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നില്ല. അതൊക്കെ തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസ് വലിയൊരു വിജയം നേടിയിരിക്കുകയാണ്. പക്ഷേ ആ വിജയത്തിൽ നിൽക്കുമ്പോഴും തൊട്ട് പ്രതിപക്ഷത്തിൽ നിൽക്കുന്നത് അവർ സംഘടിതരാണ്. CPM, CPI ഉൾപ്പെടെയുള്ളവർ ആ മുന്നണി ശക്തരാണ്. മുന്നണിയെ നയിക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. പക്ഷേ കോൺഗ്രസിന് അങ്ങനെ നയിക്കുന്നതിന് വേണ്ടി എടുത്തു പറയാൻ ഇപ്പോൾ ഒരു പ്രസിഡന്റ് ഇല്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണ്ടിയിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ വന്നപ്പോൾ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് പറയാൻ പോലും കോൺഗ്രസിന് ഒരു പ്രസിഡന്റ് ഇല്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ആ സമയത്ത് പ്രതിപക്ഷം തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, കോൺഗ്രസിന്റെ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരാൾ, കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാൾ, അങ്ങനെ ഒരാളെ തന്നെ പരിഗണിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ AICC നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ ഇപ്പോൾ കേൾക്കുന്ന, അതായത് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന കുറച്ച് നേതാക്കളുണ്ട്. ആ നേതാക്കളെല്ലാം തന്നെ PR വർക്കിലൂടെ കടന്നു വന്നവരാണ്, പണം മുടക്കി കടന്നു വന്നവരാണ്. തനിക്ക് അങ്ങനെ PR വർക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പണമില്ല, പക്ഷേ ഈ ജനങ്ങളുടെ ഹൃദയത്തിൽ താനുണ്ട്. അതുകൊണ്ട് തന്നെ PR വർക്കിലൂടെ വരുന്നവർ സ്വന്തം നേട്ടം മാത്രമാണ് ലക്ഷ്യം, അവർ പാർട്ടി വളർത്താൻ ശ്രമിക്കില്ല. അതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ഈ ഒരു ജന്മം മാറ്റിവെച്ച് തന്നെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.